dears, welcome back to Silent Learning. It's me, Rohit. Areas related to circles എന്ന ചാപ്റ്ററിലെ ഫുൾ കൺസെപ്റ്റ്സ് കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് നമ്മൾ 15 മിനിറ്റോട് പഠിച്ചെടുക്കാൻ പോകണം. വെറും 15 മിനിറ്റ്, മാക്സിമം പോയ 20 മിനിറ്റ്. സെറ്റാണോ എല്ലാവരും? ഫസ്റ്റ്, ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചാപ്റ്ററിലും സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസിലും ക്വസ്റ്റ്യനിൽ പൈന്റെ വാല്യൂ തന്നിട്ടില്ല എങ്കിൽ ആദ്യം നോക്കുക ക്വസ്റ്റ്യനിൽ പൈന്റെ വാല്യൂ തന്നിട്ടുണ്ടോന്ന്. തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുത്തോളാം. ചിലപ്പോൾ 3.14 എന്ന് തരും. തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ 3.1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എടുത്തോളാം. ക്വസ്റ്റ്യൻ എന്താണ് തന്നത് അത് എടുത്തോളാം, അതിന്റെ വാല്യൂ അതെടുത്തോളാം. ഓക്കെ, തന്നിട്ടില്ലെങ്കിലോ 22/7 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 22/7 മാത്രമേ അതിന്റെ വാല്യൂ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് സർക്കിൾ? സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിന്റെ ഏരിയ എന്താ? സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആക്ച്വലി ഒരു പോയിന്റിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലുള്ള ഒരു കൂട്ടം പോയിന്റ്സിന്റെ കളക്ഷൻ, അതിനെയാണ് സർക്കിൾ എന്ന് വിളിക്കുക. ആൻഡ് ആ പോയിന്റിനെയാണ് സെന്റർ എന്ന് വിളിക്കുക. ഏത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു പോയിന്റിൽ നിന്ന് ആ പോയിന്റ്, അതാണ് സെന്റർ. ആ സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസ് ഉള്ള ഒരു കൂട്ടം പോയിന്റ്സ്, ആ ഒരേ ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അങ്ങനെ കുറെ പോയിന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ സർക്കിൾ എന്ന് വിളിക്കുക. നമുക്ക് ആവശ്യം പോലും ഇല്ല. ഓക്കെ, ഏരിയ ഓഫ് സർക്കിൾ എന്താ? സർക്കിളിന്റെ ഏരിയ എന്താ? ദാറ്റ് ഈസ് πr². സർക്കംഫറൻസ് എന്താ സർക്കിളിന്റെ? സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്, ആ ഒരു ഫുള്ള്. അതായത് നമ്മളൊരു കയറെടുത്തിട്ട് ഇതിന്റെ ചുറ്റിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സർക്കിളിന്റെ മേലെ കൂടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കയറിന്റെ നീളം, അതാണ് സർക്കംഫറൻസ്. ദാറ്റ് ഈസ് 2πr. നെക്സ്റ്റ് നോക്കുക, ആർക്ക് ഓഫ് എ സർക്കിൾ. എന്താണ് ആർക്ക്? ആർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, സർക്കിളിന്റെ സർക്കംഫറൻസ് ഇല്ലേ, അതിന്റെ ഒരു കഷ്ണം, അതിന്റെ ഒരു പാർട്ട്. ഫോർ എക്സാമ്പിൾ ഇതൊരാർക്കാണ്. അപ്പൊ സർക്കംഫറൻസിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് വിളിക്കുക. ഓക്കെ, എന്താണ് അപ്പൊ ഇതൊരു ആർക്കാണെന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെ ചെയ്യേണ്ട ബാക്കി അങ്ങോട്ടേക്കുള്ളതോ, ബാക്കിയുള്ള ഈ സാധനോ, ബാക്കിയുള്ളതോ അതും ആർക്കാണ്. അതിൽ ചെറിയ ആർക്ക് മൈനർ ആർക്കും, വലിയ ആർക്ക് മേജർ ആർക്കും. ആക്ച്വലി ചെറിയ ആർക്ക് വലിയ ആർക്ക് നല്ല പറയാ, സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഉണ്ട്. ആക്ച്വലി നമ്മൾ കാണുന്നതിൽ ചെറുതാണ് മൈനർ ആർക്ക്, വലുതാണെന്ത് മേജർ ആർക്ക്. പക്ഷെ എക്സാക്ട്ലി ഒരു ഡെഫിനേഷൻ ഉണ്ട്, പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ, ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ മൈനർ ആർക്കാണ്. അതായത് ഈ ആർക്ക് കണ്ടോ ഇവിടെ, അതിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ അത് മൈനർ ആർക്ക്, അഥവാ ഈ ആർക്ക് മൈനർ ആർക്കാണ്. ആൻഡ് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നിങ്ങൾ നോക്കുക. ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. ഏത്? മേജർ ആർക്ക്. അത് ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. അപ്പൊ അതെന്താ? മേജർ ആർക്ക്. ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ മേജർ ആർക്ക് എന്നാ വിളിക്കാം. സെൻട്രൽ ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ മേജർ ആർക്കും, ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ മൈനർ ആർക്കും. അങ്ങനെ ഈക്വൽ ടു 180 ആണെങ്കിലോ, ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ ഒരു ആർക്ക് അതിന്റെ സെൻട്രൽ ആംഗിൾ, ഒരു സർക്കിൾ അതിന്റെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി വെച്ചാൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ലൈനാ. അങ്ങനെയാണെങ്കിൽ അതെന്താ? അതൊരു സെമി സർക്കിൾ ആയിരിക്കും. ഈക്വൽസ് 180 ഡിഗ്രീസ് ആണെങ്കിൽ സെമി സർക്കിൾ ആണ്. ഓക്കെ അല്ലെ? നെക്സ്റ്റ് വൺ നോക്കാം. എന്താണ് സെക്ടർ? വാട്ട് ഇസ് എ സെക്ടർ? സെക്ടർ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ്, ലാസ്റ്റ് നമ്പർ, ലാസ്റ്റ് ലെറ്റർ ആർ ആണെന്നുള്ളതാണ്. ആർ മീൻസ് റേഡിയസ്. ആർക്കിന്റെയും റേഡിയസിന്റെയും ഇടയിലുള്ള ഏരിയ, അതാണ് എന്ത്? സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മൈനർ ആർക്കിന്റെയും റേഡിയന്റെയും ഇടയിലുള്ള ഏരിയ മൈനർ സെക്ടർ. മേജർ ആർക്കിന്റെയും റേഡിയന്റെയും ഇടയിലുള്ള ഏരിയ മേജർ സെക്ടർ. കഴിഞ്ഞു, സെക്ടർ പഠിച്ചു. ഇനി എന്താണ് സെഗ്മെന്റ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ, സെക്ടർ എന്തായിരുന്നു? അത് സെക്ടറിൽ ആറുണ്ട്, അപ്പൊ റേഡിയസ് ആണ്. അപ്പൊ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർക്കിന്റെയും, മറ്റടുത്ത് ആർക്കുണ്ട്, ആർക്ക് രണ്ടിലും സെയിം ആയിരിക്കും. അപ്പൊ ആർക്കിന്റെയും ഇവിടെ, മറ്റടുത്ത് റേഡിയസ് ആണെങ്കിൽ ഇവിടെ കോഡാണ്. ഇവിടെ ആർക്കിന്റെയും കോഡിന്റെയും ഇടയിലുള്ള ഏരിയ, ആർക്കിന്റെയും കോഡിന്റെ ഇടയിലുള്ള ഏരിയയാണ് സെഗ്മെന്റ് എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾ നോക്ക്, മൈനർ ആർക്ക് ഇത്, അതിന്റെ സെഗ്മെന്റ്, അതിന്റെയും കോഡിന്റെ ഇടയിലുള്ള ഏരിയ ആണെങ്കിൽ അത് മൈനർ സെഗ്മെന്റ്. മേജർ ആർക്ക് ഇതാണ്, അതിന്റെയും കോഡിന്റെയും ഇടയിലുള്ള ഏരിയ ആണെങ്കിൽ അത് മേജർ സെഗ്മെന്റ്. കഴിഞ്ഞല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ റീജിയൻ ബൗണ്ടഡ് ബൈ കോഡ് ആൻഡ് കറസ്പോണ്ടിങ് ആർക്ക്, അതിനെയാണ് നമ്മൾ സെഗ്മെന്റ്സ് എന്ന് വിളിക്കുക. മൈനർ ആർക്കിന്റെയും കോഡിന്റെ ഇടയിലാണെങ്കിൽ മൈനർ സെഗ്മെന്റും, മേജർ ആർക്കിന്റെ കോഡിന്റെ ഇടയിലാണെങ്കിൽ മേജർ സെഗ്മെന്റും. സെറ്റാണ്, പഠിച്ചേ. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് ആർക്ക്. ആർക്കിന്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആണ്. ആർക്കിന്റെ ലെങ്ത് ആണെങ്കിലും അതേപോലെ ഏരിയ ഓഫ് സെക്ടർ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്തുണ്ട്? θ/360 ഉണ്ടാവും. ലെങ്ത് ഓഫ് ആർക്കിന്റെ ഇക്വേഷനിലാണെങ്കിലും, ആർക്ക് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആണെങ്കിലും, ഏരിയ ഓഫ് സെക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണെങ്കിലും ഫസ്റ്റ് സാധനം സെയിം ആണ്, θ/360. എന്താടാ? θ/360. ഇനി ആർക്കിന്റെ ലെങ്ത് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ എന്ത് എഴുതുക? ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസിന്റെ ഒരു പാർട്ട് അല്ലേ. അപ്പൊ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താ? 2πr എഴുതി കൊടുക്കുക. θ/360 ഇൻറ്റു 2πr. ഓക്കെ, എന്താ ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ? എന്താ?
തീറ്റ ബൈ 360 രണ്ടിലുണ്ട്. ആർക്ക് ലെങ്ത് ആണെങ്കിലും അതേപോലെ തന്നെ ഏരിയ ഓഫ് സെക്ടർ ആണെങ്കിലും എന്തുണ്ട്? ആർക്ക് ലെങ്ത് പറഞ്ഞാൽ ഈ ആർക്കിന്റെ ലെങ്താ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ തീറ്റയാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ആ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ തീറ്റ ബൈ 360, അതിന്റെ സെൻട്രൽ ആംഗിൾ ഡിവൈഡ് ബൈ 360 ഈക്വൽ ടു അല്ല ഇൻറ്റു ആർക്ക്, ടോട്ടൽ ആർക്കിന്റെ ലെങ്ത് എത്രയാ? ടോട്ടൽ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാ? 2πr ആണ് വരിക. ഓക്കെ, ഇനി ഏരിയ ഓഫ് സെക്ടർ എന്താ? അതായത് ഈ ടോട്ടൽ ഏരിയ, ആ ടോട്ടൽ ഏരിയ എത്ര വരിക? അവിടെ തീറ്റ ബൈ 360 ഉണ്ടെന്ന് സാറ് പറഞ്ഞു. ഇൻറ്റു ആർക്കിന്റെ ലെങ്ത് ആകുമ്പോൾ നമ്മൾ ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ഫുൾ ആയിട്ടല്ലേ എഴുതിയത്. അങ്ങനെ വെച്ചാൽ ഇവിടെ ഏരിയ ആണെങ്കിൽ എന്ത് എഴുതണം? സർക്കിളിന്റെ ഏരിയ ഫുൾ ആയിട്ട് എഴുതണം. സർക്കിളിന്റെ ഏരിയ ഫുൾ ആയിട്ട് പറഞ്ഞാൽ πr സ്ക്വയർ. ഇതാ തീറ്റ ബൈ 360 ഇൻറ്റു πr സ്ക്വയർ. കഴിഞ്ഞു, സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കുക, ഏരിയ ഓഫ് സെഗ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഈ സെഗ്മെന്റിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ അല്ലേ? ഈ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. ട്രയാങ്കിൾ പലതരത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ട്. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാവും, അതിന്റെ ഏരിയ √3/4a² ആണ്. അതേപോലെ തന്നെ ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ടാവും. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ട്രയാങ്കിൾസ് ഉണ്ടാവും. അത് മക്കൾ പഠിച്ചോളാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും. ഈ സെഗ്മെന്റ് ഏരിയ കിട്ടും. അപ്പോൾ ബാക്കി അങ്ങോട്ടേക്കുള്ള സെഗ്മെന്റ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ, നമുക്ക് ഈ സെഗ്മെന്റ് കിട്ടുമല്ലോ. സർക്കിളിന്റെ ടോട്ടൽ ഏരിയ πr സ്ക്വയറിന് ഈ സെഗ്മെന്റ് ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സെഗ്മെന്റ് ഏരിയ കിട്ടും. സിമ്പിൾ. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ മെയിൻ കൺസെപ്റ്റ്സ് എല്ലാം മക്കൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ നാളെയുള്ള ലൈവിൽ മറക്കാണ്ട് ജോയിൻ ചെയ്തോളാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.